അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? റമളാനൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ? നോമ്പുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളും കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് നിങ്ങൾ നിർവഹിക്കുന്നില്ലേ? യെസ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ തേൻമൊഴിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്തൊരു തേൻമൊഴി കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു 7 ടാസ്കുകൾ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. ഈ 7 ടാസ്കുകൾ അടുത്തൊരു തേൻമൊഴി വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? നമ്മളൊരു ദിക്ർ നിർബന്ധമായും ഒന്ന് കാണാതെ പഠിക്കുക. ഒരുപാട് ദിക്റുകൾ നമുക്ക് അറിയുന്നുണ്ടാവും അല്ലേ? അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, പല ദിക്റുകളും നമുക്കറിയാം. ഒരു ദിക്ർ നമ്മളൊന്ന് പുതുതായി ഈ റമളാനിൽ കാണാതെ പഠിക്കുക, എന്നിട്ടത് പതിവായി ചൊല്ലുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉദാഹരണത്തിന് ഒരു ദിക്ർ വെക്കുന്നു. രാവിലെയും വൈകുന്നേരവും ഒക്കെയുള്ള അദ്കാറുകളുടെ കൂട്ടത്തിലുള്ള ഒരു ദിക്റാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം ചൊല്ലേണ്ട ദിക്റാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നിങ്ങൾ ഈ വീഡിയോ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് ഈ ഒരു ദിക്ർ കാണാതെ പഠിക്കണം. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും പതിവായി ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ രണ്ടാമത്തെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ സ്വതക്കകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് റമളാനിലാണ് നമ്മളുള്ളത്. സ്വതക്കകൾക്കായാലും മറ്റ് ഇബാദത്തുകൾക്കുമൊക്കെ സാധാരണ കാലത്തേനേക്കാളും ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാലഘട്ടമാണ് അല്ലേ? അതുകൊണ്ട് ഈ മാസത്തിൽ സ്വതക്കകൾ വർദ്ധിപ്പിക്കണം. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളല്ലേ, നമുക്ക് ഒരുപാട് പൈസ ഒക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ പൈസയല്ലേ, അതിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ മിഠായി വാങ്ങാം, കുറച്ചൊക്കെ ശേഖരിക്കാം, അങ്ങനെയൊക്കെയുള്ള പൈസയല്ലേ. അതിൽ നിന്ന് ചെറിയൊരു സംഖ്യയൊക്കെ നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈദ് കിസ്വ, നിങ്ങൾക്കറിയില്ലേ, പാവപ്പെട്ട കുട്ടികൾക്ക് പെരുന്നാളിന് വസ്ത്രം കൊടുക്കുന്ന ഈദ് കിസ്വ. ചില കുട്ടികളൊക്കെ എന്താ ചെയ്യാറോ, ഒരു വർഷം മുഴുവൻ ഈദ് കിസ്വക്ക് ഒരു ബോക്സ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അതിൽ ചെറിയ ചെറിയ സംഖ്യകളിട്ട് അവസാനം ചെറിയ പെരുന്നാളോ വലിയ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഈ ഈദ് കിസ്വയുടെ പെട്ടി ഇതുപോലെ ഈദ് കിസ്വയുടെ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ ഇക്കാക്കമാർക്ക് പോയി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നമുക്കും അതുപോലെ സ്വതക്കയുമായി ബന്ധപ്പെട്ട നല്ലൊരു ശീലം ഉണ്ടായി വരണം. മൂന്നാമത്തൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പാപമോചനം അഥവാ ഇസ്തിഗ്ഫാർ നമ്മൾ നന്നായി വർദ്ധിപ്പിക്കണം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വളരെ ചെറിയ കുട്ടികളാണെങ്കിലും നമുക്ക് അങ്ങനെ പാപങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് സഹായങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് എപ്പോഴും അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ എന്നിങ്ങനെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, പ്രത്യേകിച്ച് ഈ ഒരു റമളാനിൽ. ഓക്കെ, നാലാമത്തൊരു കാര്യം, നമ്മുടെയൊക്കെ പള്ളികളിൽ നോമ്പുതുറ നടക്കുന്നുണ്ട്, ഇഫ്താറുകൾ നടക്കുന്നുണ്ട് അല്ലേ? ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലൊക്കെ ഉണ്ടാകാം. ഏതായാലും നമസ്കാരത്തിന് മുമ്പുള്ള ഒരു നോമ്പുതുറ എല്ലാ പള്ളിയിലും ഉണ്ടാവുമല്ലോ. ബാങ്ക് കൊടുത്ത ഉടനെയുള്ള ചെറിയ ഫ്രൂട്ട്സും ഈത്തപ്പഴവും ചെറിയൊരു വെള്ളവും അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതിലൊക്കെ നമ്മൾ നമസ്കാരത്തിന് കുറച്ച് നേരത്തെ മുമ്പ് പോവുക, എന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുന്നതിനൊക്കെ മുമ്പേ പോയി അവിടെയൊക്കെ നമുക്ക് സഹായിക്കാനൊക്കെ പറ്റും. പ്രത്യേകിച്ച് കുറച്ച് മുതിർന്ന നമ്മുടെ തേൻമൊഴിയുടെ കൂട്ടുകാർക്കൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് ആൺകുട്ടികൾക്കാണ് ഈ ഒരു ടാസ്ക് പിന്നെയും ഒന്നുകൂടി സ്യൂട്ടബിൾ ആവുക. അപ്പോൾ അവർ ഈ ഒരു ടാസ്ക് ഒന്ന് ഏറ്റെടുക്കണം. അതേപോലെ അഞ്ചാമത്തെ ഒരു ടാസ്ക്, നമ്മുടെയൊക്കെ മുറ്റത്ത് നല്ല ചെടികളും ഒക്കെ ഉണ്ടാകും അല്ലേ? നമ്മുടെ ഉപ്പയോ ഉമ്മയോ ഒക്കെ വളർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇക്കാക്കയും ഇത്താത്തയൊക്കെ വളർത്തുന്ന നല്ല ചെടികളുണ്ടാകും. അതിന് എന്നും നമ്മളാണോ വെള്ളം ഒഴിക്കാറുള്ളത്, അതോ നമ്മുടെ ഉപ്പയാണോ ഉമ്മയാണോ ഇക്കാക്കയാണോ ഇത്താത്തയാണോ? എന്നാൽ ഇനി നമ്മളും എന്ത് ചെയ്യണം, അങ്ങനെ ആ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടി സഹായിക്കണം. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഒന്ന് അവർ പറയാതെ തന്നെ അത്തരം ചെടികൾക്ക് വെള്ളം നനയ്ക്കണം. ഓക്കെ, അതേപോലെ മറ്റൊരു ടാസ്ക്, പ്രത്യേകിച്ച് റമളാനിൻ്റെ അവസാന 10ലൊക്കെയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഇഅ്തികാഫ് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അല്ലേ? പള്ളിയിൽ പോയി കുറേ സമയം ഖുർആൻ ഓതിയും നമസ്കരിച്ചും മറ്റുള്ള ഇബാദത്തുകളെടുത്തും ദിക്റുകൾ ചൊല്ലിയും അങ്ങനെ ഇരിക്കുന്നതിനാണ് ഈ ഇഅ്തികാഫ് എന്ന് പറയുക. അങ്ങനെ പള്ളിയിൽ കുറേ സമയം ഇഅ്തികാഫിൻ്റെ നിയത്തോടു കൂടി ഇരിക്കാൻ, ഒരുപക്ഷെ നമ്മൾ ചെറിയ മക്കളാണെങ്കിൽ നമ്മുടെ ഉപ്പയുടെ കൂടെയോ അല്ലെങ്കിൽ ഇക്കാക്കയുടെ കൂടെയോ അല്ലെങ്കിൽ ഉമ്മമാർ പോകുന്നുണ്ടെങ്കിൽ ഉമ്മമാരുടെ കൂടെയൊക്കെ ആ നിലയ്ക്ക് ഇഅ്തികാഫിന് നമുക്ക് പള്ളിയിലേക്ക് പോകാം, കുറച്ച് സമയം പള്ളിയിലൊക്കെ ആ നിലയ്ക്ക് ചിലവഴിക്കാം. അതേപോലെ ഏഴാമത്തൊരു ടാസ്ക് കൂടി നിങ്ങളോട് പറയുന്നു. ഇത് എളുപ്പമാണ്, നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയുന്നൊരു സൂറത്ത് കാണാതെ പഠിക്കാനാണ്. ഏതാണെന്നറിയോ? സൂറത്തുൽ ഖദർ. കാരണം അവസാന 10 ലൈലത്തുൽ ഖദർ അറിയാലോ, ഖുർആൻ ഇറങ്ങിയ രാത്രി ലൈലത്തുൽ ഖദർ എന്നുള്ളത്
റമദാനിൻ്റെ അവസാന 10-ലാണ് അല്ലേ? അവസാന 10 ഏതോ ഒരു രാത്രിയാണ്. അതേ നമുക്കറിയുള്ളൂ. ഏത് രാത്രിയാണെന്ന് കൃത്യമായിട്ട് അറിയോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സൂറത്തുൽ ഖദർ ഉണ്ടല്ലോ, അതൊന്ന് കാണാതെ പഠിക്കുക. അറിയാത്ത കുട്ടികളാണെങ്കിൽ, അറിയുന്നവരാണെങ്കിൽ ഓക്കെ, അറിയാത്തവരാണെങ്കിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തില്ലേ, അത് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് 7ാമത്തെ ടാസ്ക്കായിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെയും നമ്മൾ നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാം ഓരോ നന്മകളാണ്, അത് നിങ്ങളുടെ മുന്നിൽ ഓരോ ടാസ്കുകളായി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല മക്കളായി മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. തേൻമൊഴിയൊക്കെ പതിവായി കേൾക്കാനും ശ്രദ്ധിക്കുക. പെരുന്നാളാണ് വരുന്നത്. പെരുന്നാൾ നല്ല രൂപത്തിൽ നമുക്ക് ആഘോഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം, കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം, നന്മകൾ പഠിച്ചിടാം.